അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കുറേയായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാറില്ല. മടി അതാണ് ഇവർക്ക് മടി. രണ്ടാൾക്കും മടി. രണ്ടാളും ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് എടുക്കാറില്ല. അതാണ് റീൽസ് പഴയ വീഡിയോസ് ഇനി നമ്മൾ കുറച്ചുകൂടി ആക്റ്റീവ് ആവാൻ നോക്കും. നമ്മള് എന്താ അത് പറയുമ്പോ ഇല്ല. ഓക്കെ, അപ്പൊ നമ്മള് നമ്മളിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ആദ്യം തന്നെ അത് പറയട്ടെ. പിന്നെ നമ്മൾക്ക് കുറെ ഇൻസ്റ്റാഗ്രാമിലായാലും ഒക്കെ മെസ്സേജ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ ഇപ്പൊ കാണാത്തേ എന്നുള്ളത്. നമ്മൾ ഇങ്ങനെ മടി പിടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നതാണ്. മെസ്സേജിന്റെ കാര്യങ്ങളോട് ഞാൻ പറയുന്നത് വീഡിയോ ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ഞാനാണ് യൂസ് ചെയ്യുന്നത്, ഞങ്ങൾ രണ്ടും അക്കൗണ്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് എപ്പോഴും അത് ഫോൺ പിന്നെ അതിൽ മെസ്സേജസ് വരാറുണ്ട് ഒരുപാട് പേര്. അപ്പോൾ അതെല്ലാവരോടും തിരിച്ച് നമ്മൾ അന്വേഷണം പറയുന്നു. ഒരുപാട് സന്തോഷം. പിന്നെ നമ്മുടെ ബേബി സുഖമായിട്ടിരിക്കുന്നു, ഹെൽത്തി ആയിട്ടിരിക്കുന്നു. അവളെ നമ്മൾ കൊണ്ടുവരുന്നത് അതെ, അവളെ നമ്മള് സ്പെഷ്യൽ ആയിട്ട് തന്നെ കൊണ്ടുവരുന്നുണ്ട് അല്ലേ യൂട്യൂബില്. അതൊരു Q&A വന്നിട്ടുണ്ട്. അപ്പൊ അത് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ കൊണ്ടുവരാം. അപ്പോ ഇന്ന് വന്നിരിക്കുന്നത് വെച്ചാൽ നമുക്ക് ആദ്യം നമ്മളൊരു ഇയർ പുള്ളിംഗ് ചാലഞ്ച് ഫസ്റ്റ് അതിൽ നിന്നാണ് നമ്മൾ കുറച്ചൊന്നും ഇങ്ങനെ ഇതായി വന്നത്. അതിൽ കുറെ പേര് നമ്മളുടെ അടുത്ത് കുറെ തരത്തിലുള്ള ചാലഞ്ചസ് ചെയ്യാൻ പറഞ്ഞിട്ട്, ഏതൊക്കെയോ വെറൈറ്റി തരത്തിലുള്ള ചാലഞ്ചസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിന്റെ സെക്കൻഡ് പാർട്ടും ചെയ്തു ഇയർ പുള്ളിങ്ങിന്റെ. പിന്നീട് നമുക്ക് അതിലും കമന്റ്സ് കൂടുതൽ വന്നത് അതിന്നും ഇയർ പുള്ളിംഗ് കൂടുതൽ പണിഷ്മെന്റ് പോരാന്ന് പറഞ്ഞിട്ടാണ് കൂടുതലും വന്നിട്ടുള്ളത്. അപ്പൊ നമ്മള് അത് നമ്മളുടെ തേർഡ് പാർട്ട് 3 അല്ലെ, ഇയർ പുള്ളിംഗ് ചാലഞ്ചിന്റെ പാർട്ട് 3 ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇന്ന് കുറച്ച് നമ്മൾ വെറൈറ്റി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ചാലഞ്ചിന് ചാലഞ്ച് നമ്മൾ തുടങ്ങിയിട്ടില്ല. തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ നമുക്ക് ചാലഞ്ചിലോട്ട് കിടക്കാം. അതുകൊണ്ട് എന്താ നിങ്ങൾക്ക് കിട്ടുന്ന ഉപകാരം, നമ്മുടെ അടിപൊളിയായിട്ട് വീഡിയോസ് ഇനിയും കാണാം. നിങ്ങൾ പറയുന്ന രീതി വീഡിയോസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് അറിയിക്കുക. ഐഡിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ അടുത്ത് അറിയിച്ചാൽ നമ്മൾ അത് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നതായിരിക്കും. ഇപ്പോഴത്തെ മഴയും ഒരു പ്രശ്നമാണ്, ലൈറ്റ് ഇല്ല. ഇപ്പൊ തന്നെ ലൈറ്റിന്റെ കണ്ടില്ല ഭയങ്കര ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ലൈറ്റ്സിന്റെ പ്രോബ്ലം ഉണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും. മഴയാണെന്നുണ്ടെങ്കിൽ ഞാൻ വേർത്ത് വിളിക്കുന്നു. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയട്ടെ, നാളെ നമ്മൾ ഒരു ലൈവ് വരാൻ പോവാണ്. നമ്മളുടെ അടുത്ത് കുറെ പേര് ചോദിക്കണ്ടായിരുന്നു ലൈവ് വരുമോ എന്നുള്ളത്. അപ്പൊ നമ്മൾ നാളെ എന്തായാലും ലൈവ് വരാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ നാളെ സൺഡേ അല്ലേ? സൺഡേ ഇന്നല്ലേ സാറ്റർഡേ? നാളെ സൺഡേ നമ്മളൊരു ലൈവ് വരാൻ പോവാണ് രാത്രി 9 മണിക്ക് അല്ലെ. അപ്പൊ നമ്മൾ തന്നെ എല്ലാവരും കാണാൻ വേണ്ടിട്ട് റെഡി ആയിട്ടിരിക്കുക. നാളെ രാത്രി 9 അതെ, സബ്സ്ക്രൈബ് അപ്പൊ മത്സരത്തെ നമുക്ക് കിടക്കാം. അപ്പൊ ഒന്നും കൂടി പറയണം, മഴക്കാലമൊക്കെയാണ്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. കറണ്ട് ലൈനിന് താഴത്ത് പോയി നിൽക്കാതിരിക്കുക, മഴ പെയ്യാൻ പുറത്തിറങ്ങാതിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ചാലഞ്ചിലോട്ട് കിടന്നാലോ? ഓക്കെ, അപ്പൊ നമ്മുടെ ചാലഞ്ച് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭവതി പറഞ്ഞു തരും. നമ്മളിപ്പോ 4 ടോപ്പിക്സ് ഈ ഇതില് നമ്മൾ എഴുതിയിട്ടുണ്ട്. നമ്മുടെ ഈ ഷീറ്റ് ഓഫ് പേപ്പറിൽ നമ്മൾ എഴുതിയിട്ടുണ്ട്. 4 ടോപ്പിക്സ് എഴുതിയിട്ടുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യും വെച്ചാൽ ഇങ്ങനെ കുലുക്കും. ഞാൻ 2 എണ്ണം എടുക്കും, കണ്ണേട്ടന് 2 എണ്ണം എടുക്കും. 2 എണ്ണം എടുത്തിട്ട് 2 പേർക്കും അപ്പോൾ 2 ടോപ്പിക്സ് ആവുമല്ലോ. ഫസ്റ്റ് കണ്ണേട്ടൻ ഒരു ടോപ്പിക് ഓപ്പൺ ചെയ്യും. ആ ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ട് ഞാൻ ഒരു 5 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിൽ കണ്ണേട്ടൻ ആൻസർ പറയുകയാണെങ്കിൽ ഓക്കെ, ആൻസർ പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ചെവിയിൽ പിടിച്ചങ്ങോട്ട് ആൻസർ പറഞ്ഞില്ലെങ്കിൽ ചെവിയിൽ പിടിച്ചങ്ങോട്ട് തൂങ്ങും. ഇതാണ് നമ്മുടെ ഇന്നത്തെ തൂങ്ങും. ഞാൻ തൂക്കുമില്ലെങ്കിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ചലഞ്ചിലേക്ക് കടക്കാം. നല്ല നല്ല ടോപ്പിക്സ് എനിക്ക് തന്നെ കിട്ടണം ഈശ്വരാ. ഞാനല്ലേ ആദ്യം ഞാൻ തുറക്കാൻ നീ ചോദിച്ചാൽ മതി. കാരണം എന്തായാലും നിന്നെ പണിഷ് ചെയ്യാനുള്ള ഒരു മൂഡ് വരും. സ്പോർട്സ് ചോദിക്കേ. എല്ലാ സ്പോർട്സും ഞാൻ എടുത്ത് ചോദിക്കും. വേണ്ട, 5 ചോദ്യം വേണ്ട, 3 ചോദ്യം പോരെ. How many players are there on each team in a cricket match? 10. Sure? ആണ് ശരി ഉത്തരം. പക്ഷെ കണ്ണേട്ടൻ ഫസ്റ്റ് വന്നത് 10. ഞാൻ പറയട്ടെ, 11 ഞാൻ പറയാൻ പോയത്. കോൺഫിഡൻസ് ലെവൽ ഹൈ ആയിരുന്നു. Are you sure? 10. ഞാൻ നോൺ സ്ട്രൈക്കർ.
ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. What is the single turn at a batting called in cricket? What is a single turn at batting called in cricket? What is അതിലെന്നുണ്ട് ക്ലൂ, അതിലെന്നുണ്ട്. What is a single turn at batting called in cricket? അറിയില്ല. പറ്റാ. Innings. Single turn. ഓ. ക്രിക്കറ്റിലെ പുലി മൂർഖൻ ചേരക്കുട്ടി താഴെ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, how many stumps make up a wicket in cricket? 3. അത് കറക്റ്റ്. ആ ക്രിക്കറ്റ് ഒക്കെ എങ്ങനെ അരച്ച് കലക്കി കുടിച്ച ആളാണ്. ഓക്കെ, when was the first cricket world cup held? ഓപ്ഷൻസ് തരണം. 1965, 1970, 1975. 1975. മൂർഖൻ ഇങ്ങനെ പോയി ചേരക്കുട്ടിയായി. വീഡിയോ കട്ട്. ഓക്കെ, ഇനി ഞാൻ അപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്ന ടോപ്പിക് മാത്സ് ഇഷ്ടമല്ലാത്തോണ്ട് ഞാൻ +1 അക്കൗണ്ടൻസി എടുത്തു പോയത്. അതിൽ അക്കൗണ്ടിങ്ങും മാത്സ് റിലേറ്റഡ് ആയിരുന്നു. ചോദിക്കൂ അനേട്ടാ, ചോദിക്കൂ. ചോദിക്കും. 2 into -3 equal. 2 into -3 equal -6. ആൻസർ തെറ്റ്. 7. ഒരു മിനിറ്റ്, 2 into -3 അല്ലേ? 7. 3 2 6 അല്ലേ? 7 -3 വെച്ചാണ് അടുത്ത ക്വസ്റ്റ്യൻ. അല്ല, അതൊന്നും മണ്ടത്തരം പറയല്ലേ. നോക്ക്, 2 into -3 equal 7. What is x? എന്തായാലും കിട്ടില്ല. What is x ഉണ്ടോ? അത് അറിയെങ്കിൽ പറയായിരുന്നു അല്ലേ. അടുത്ത ചോദ്യം ചോദിക്കണോ? ഉത്തരം പറയണോ? വ്യക്തമായിട്ട് മനസ്സിലായില്ല. 2 into -3. Okay. Question. A car travels 100 miles in 2 hours. What is its speed? എളുപ്പമുള്ള ചോദ്യം. എന്താണ്? Car travels 100 miles in 2 hours. So ആ കാറിന്റെ സ്പീഡ് എന്താണ്? ആവറേജ് സ്പീഡ് എന്താണ് ചോദിക്കുന്നത്. 5 സെക്കൻഡ് ഉണ്ടാവും. ഒന്ന് ഇതൊക്കെ ഇങ്ങനെ പഴം മുഴുങ്ങിയ പോലത്തെ ചോദ്യം കിട്ടും. ഇതുപോലെ പറഞ്ഞില്ല. 50 miles per hour. 50 kilometers per 50 miles per hour more than 70 kilometers. എന്റെ ഭാര്യയായിട്ട് ഇങ്ങനെ വിട്ടിത്രം വിളിച്ചോണ്ട് നാളുണ്ടോ? അപ്പൊ അത് അറിയില്ലല്ലോ. What is the area of a circle with a radius of 4 centimeter? കണ്ണാട്ടെ, ഇതൊക്കെ ഞാൻ 10ൽ വിട്ടിട്ട് വന്നു. What is the area of a circle? 4 area of a circle with a radius of 4 centimeter. 4 centimeter radius. 1 2 3 16. 16 എന്ത്? 16 the pi 16 pi ഒന്നുകൂടെ square അല്ല 16 area square എന്താ 16 ശരി ഉത്തരം ആണോ? എന്നിട്ട് ശരിയാക്കി. എന്നാ ശരി, അത് സെന്റിമീറ്റർ സ്ക്വയർ എത്ര വരും? അതിന്റെ സെന്റിമീറ്റർ സ്ക്വയർ എത്ര വരും? അതിന്റെ സെന്റിമീറ്റർ സ്ക്വയർ എത്ര സെന്റിമീറ്റർ സ്ക്വയർ വരും? ഞാൻ എത്ര പറഞ്ഞു? 16 നീ പറഞ്ഞു. 16 പറഞ്ഞില്ലേ? 64 അല്ല 50.27 ഇതായിരുന്നെങ്കിൽ ഞാൻ സയൻസ് ഒക്കെ പോയിരുന്നില്ലേ? ഞാൻ കൊമേഴ്സ് അല്ല കൊമേഴ്സ് അല്ല കഴിഞ്ഞല്ലോ. 3 കഴിഞ്ഞു. ഞാൻ ജയിച്ചപ്പോൾ ലീഡ് നിൽക്കുന്നത് ഞാനല്ലേ? ഇല്ല, ഞാൻ
ഞാൻ മറ്റേ പറഞ്ഞില്ലേ 3 സെക്കൻഡ് അല്ലേ? 3 ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചത് കണ്ടിട്ട് നെക്സ്റ്റ് അങ്ങനെ ചോദിക്കാൻ പറ്റും. അല്ല, രണ്ടെണ്ണമല്ല, മൂന്നാമത് ചോദിച്ചാൽ അപ്പഴേ പറഞ്ഞ ചോദിക്കുക പറഞ്ഞു. അപ്പോൾ 1-1 ഈക്വൽ ആയി. ഓക്കേ, നീ നെക്സ്റ്റ് ടോപ്പിക് എടുക്കുക കണ്ടിട്ടുണ്ട്. ആ, കൊടുത്തോ. ക്വസ്റ്റ്യൻ ഉണ്ടാക്കണേ. അത് ഞാൻ നോക്കാം. ആ ടോപ്പിക് എന്നത് അതിനൊരു ഒരു സൂപ്പർ ഡ്യൂപ്പർ എന്താ പറയുക ടോപ്പിക്. ഏതാ? എൻ്റെ കേരളം. എൻ്റെ കേരളം എത്ര സുന്ദരം ചോദിക്കാൻ പോവാണ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ആ, സിമ്പിളോ? നീ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടാ. ഓക്കേ, ഇതിൽ നോക്കാൻ പാടില്ല കേട്ടോ. ഞാൻ നീ ടൈപ്പിംഗ് ആക്കണം. നീ ചിലപ്പോൾ തമിഴ്നാട്ടിൽ ചോദിച്ചത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. കേരളത്തിന്റെ തലസ്ഥാനം. ട്രിവാൻഡ്രം. വാവ്, അത് കുറച്ച് എളുപ്പമായി പോയില്ലേ? ബാക്കി ഒരു ചോദ്യം ഉള്ളതിൽ അല്ല, അടുത്ത ഒരു ചോദ്യം ചോദിക്കട്ടെ. കേരളത്തിലെ നിയമസഭാ അംഗങ്ങളുടെ എണ്ണം. ക്ലൂ. 120, 135, 141, 145. 120. ഉറപ്പാ? നീ ഇതിന് പണിഷ് ചെയ്യുന്ന ഞാൻ പറയട്ടെ. 120, 135 അല്ല. ഹെയർ സ്റ്റൈലിനെ ബാധിക്കും. അപ്പൊ 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞല്ലേ? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം. മത്തി. അല്ലേ? മത്തി അല്ല, കരിമീൻ. അയല. കരിമീൻ വറുത്തതുണ്ട്. പിന്നെ കേരളത്തിന്റെ മത്തി, ചാള. ചാള വറുത്തത്. അല്ല, ഞാൻ വെറുതെ ഇതാക്കോ. ഈ ക്വസ്റ്റ്യൻ കൂടെ വേണോ? വേണ്ടല്ലോ. അപ്പൊ 2-1. ഓക്കെ, എന്റെ ക്വസ്റ്റ്യൻ സയൻസ്. അയ്യോ, സയൻസിനെ പറ്റി എനിക്കൊന്നും അറിയില്ല. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സിമ്പിൾ ആയിരുന്നു. എനിക്ക് നാളെ പരീക്ഷ മതി. ഞാൻ ഒരെണ്ണം പറഞ്ഞല്ലോ. കറക്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്യണേ. ചേട്ടാ, all animals need food, air and dash to survive. ഫുഡ്, എയർ. ഫുഡ്, എയർ അല്ലേ പറഞ്ഞേ? വാട്ടർ. ഒന്നുകൂടി ഞാൻ പറയാം. നീ കണ്ടൂലേ? ഫോൺ. ഈ ചോദ്യം ഞാൻ മാറ്റിട്ടോ. കാരണം എനിക്ക് നല്ല സംശയം. നീ കണ്ടു. ശരി, ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞു. പുതിയ ചോദ്യം. അത് ശരിയാണോ? ആണോ? ശരി. അത് നമ്മൾ കോമൺ സെൻസ് യൂസ് ചെയ്താ പോലെ തന്നെ. ആണോ? ഇപ്പൊ കണ്ടിട്ട് പറയും നിനക്ക് അത് നീ യൂസ് ചെയ്തോനെ. അതെനിക്ക് പറഞ്ഞു. Okay? Okay. Question. What is a process by which plants make their food using sunlight? Photosynthesis. ശരി ഉത്തരം. Which gas is responsible for the ozone layer depletion? അയ്യോ, അതൊക്കെ ഞാൻ പഠിച്ചിട്ടില്ല. Tick tick one. Which gas is responsible for Earth ozone layer depletion? Carbon dioxide. 2, 3. The gas. കമ്പാരിറ്റില്ല. ഇല്ല. പറയട്ടെ. ക്ലോറോ ഫ്ലൂറോ കാർബൺസ് അഥവാ CFCS. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ എനിക്കറിയാം. ഇത് സയൻസിൽ ഒരു പരാജയമാണ്. ഒക്കെ ഞാൻ പറഞ്ഞു കൊടുക്കണം. എത്ര ചോദ്യം ചോദിച്ചപ്പോ? രണ്ടാമത്തെ ചോദിച്ചിട്ട് ഏത്? അത് വാട്ടർ. ഇപ്പൊ 2-2. ഞാൻ പറഞ്ഞാൽ ഞാൻ ജയിച്ചുല്ലേ. ഓക്കേ, അടുത്തത്. What is the process by which plants release water vapor into the atmosphere? എന്താ എന്നോട് പറയാ? What's the process by which plants release water vapor into the atmosphere? കണ്ണേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. ഞാനൊരു എന്താ പറയാ മലയാളം മീഡിയം. കോളേജിൽ മലയാളം മീഡിയം ആയിരുന്നോ? അല്ല അല്ല, കോളേജിൽ നോക്കിയതൊന്നും ഇല്ലല്ലോ. ശരിയാ, നിന്നെ കോളേജിൽ എല്ലാം പഠിച്ചത്. പിന്നെ അല്ലാതെ ഇത് നോക്കണ്ട, അല്ലാതെ. പക്ഷെ അതെനിക്കറിയാം, സംഭവം അറിയാം, പക്ഷെ എനിക്ക് കിട്ടുന്നില്ല. ഇതിനെ പനിഷനി വേഷം. ഇത് മാറ്റി. ട്രാൻസ്പിരേഷൻ. ട്രാൻസ്പിരേഷൻ. അപ്പൊ ഇന്നത്തെ ഇതിലാരാ ജയിച്ചത്? രണ്ടുപേരും ടൈ ആയി. ഞാനാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നത്. 2-2. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ടൈ ബ്രേക്കർ നടത്തിയാലോ? അപ്പൊ ഇത് ടൈ ബ്രേക്കർ. കണ്ണേട്ടിന് ഇഷ്ടം. ഇപ്പൊ നമ്മള് ഇതില്ലാത്ത ഒരെണ്ണം കൈ നിട്ട് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു ഇതിനെ പറ്റിയിട്ട്, ടോപ്പിക്കിനെ പറ്റിയിട്ട് ഞാൻ കണ്ണേട്ടിന് പക്ഷെ ചലഞ്ച് ചെയ്യുന്നു. സ്പോർട്സ് തന്നെ ഞാൻ ചോദിക്കും. ഞാൻ നിന്നെ ചലഞ്ച് ചെയ്യുന്നു, ഞാൻ ഇഷ്ടമുള്ള ചെയ്യും. ഓക്കെ ഓക്കെ ഡൺ. അപ്പൊ ഇതൊരു ടൈ ബ്രേക്കർ ആണ്. ആർ യു റെഡി?
റെഡി. ഫസ്റ്റ് നീ ചോദിച്ചു. ഓക്കെ. അതെന്താ ഫോൺ എടുത്തേക്കുന്നത്? സ്പോർട്സ് റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കട്ടെ? എനിക്ക് സ്പോർട്സ് റിലേറ്റ് എന്തെങ്കിലും അറിഞ്ഞാലല്ലേ ഞാൻ. അപ്പോ ചോദിക്കാൻ പോവാണേ. How many overs are typically played in a one-day international cricket match? 50 overs. അത് കുറച്ച് സിമ്പിൾ ആയി പോയോ? അതൊക്കെ സിമ്പിൾ. എന്നാ ഒരെണ്ണം കൂടെ ടഫ് ഉള്ളത് ചോദിക്കട്ടെ? ചോദിച്ചോ. അത്രയ്ക്ക് കോൺഫിഡന്റ് ആ? What is the maximum width of a cricket bat? What is the maximum width of a cricket bat? 2 meters. ആ 2 meters പറഞ്ഞതൊന്നും കൂടി പറയൂ. 2 meters. എത്ര? 4.25 inches. ആ ക്വസ്റ്റ്യൻ കട്ട് ഞാൻ ഒന്നും അറിയാത്ത ചിന്തിക്കും. ഇല്ലല്ലോ പറഞ്ഞൂലോ 50 എന്ന്. അതാണ് നമ്മൾ കൂട്ടുള്ളൂ. അപ്പൊ കണ്ണേട്ടന് ഒരു പോയിന്റ് ആയി ടൈ ബ്രേക്കറിൽ. ഇനി ഞാൻ ഒന്നും കൂടെ പറഞ്ഞാൽ വീണ്ടും ടൈ ആവും കണ്ണേട്ടാ. ഞാൻ തിരിഞ്ഞു നിൽക്കണം. നിനക്കുള്ള ചോദ്യം ചോദിച്ചാലോ? എന്താ കിട്ടാത്തത്? എളുപ്പമുള്ളത് ചോദിക്കാം. ഞാൻ കണ്ണേട്ടന് എളുപ്പമുള്ളതല്ലേ ചോദിച്ചേ? ഓക്കെ ചോദിക്കട്ടെ. Who was the first president of United States of America? ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് അറിയില്ല. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. ഏതോ ഇതില് സിനിമയിൽ എന്താ പറയുന്നില്ല, വെൽക്കം ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. നീ സിനിമ അറിയില്ല? എനിക്കറിയില്ല. ജോർജ് വാഷിംഗ്ടൺ അറിയോ? അപ്പൊ ഇങ്ങനെ ഇന്നത്തെ ചാലഞ്ച് കണ്ണായിട്ട് പിന്നെയും ജയിച്ചു. ഞാൻ ജയിച്ചു അല്ലേ? എല്ലാവരും ഉള്ള മുഖം നോക്കിയേ, അടുത്ത് പോയിട്ട്. അത് കണ്ണീരല്ല, ചെവിടെ നോക്കിയേ. ചലഞ്ച് ജയിച്ചില്ലേ? ഇന്നെങ്കിലും എനിക്ക് ഞാൻ ചലഞ്ച് ജയിക്കുന്നു പ്രതീക്ഷ. പക്ഷെ നീ ക്രിക്കറ്റിലേക്ക് ചോദിച്ചപ്പോ ഞാൻ ശരിക്കും പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആയി. പെട്ടെന്ന് ചോദിച്ചപ്പോ അതെ അറിയുന്ന ചോദ്യങ്ങൾ അതേപോലെ ഞാൻ കൺഫ്യൂസ്ഡ് ആയി പോയതാ. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്താലോ? ചെയ്യാം. അപ്പൊ ഇനി നിങ്ങളുടെ തന്നെ ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ നാളെ എല്ലാവരും മറക്കണ്ട, നാളെ രാത്രി 9 മണിക്ക് ഞങ്ങൾ ലൈവ് വരുന്നത് നമ്മുടെ അടുത്ത്. അപ്പൊ നാളെ കാണാം. ബൈ ബൈ.